ടെക് ഹാക്ക് വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കാലാവസ്ഥയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് റൂഫിംഗ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് സ്ലോപ്പായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സ്ലോപ്പിൽ ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് ടൈല് അഥവാ ഓട് ചെയ്യാം, അതുപോലെ തന്നെ റൂഫിംഗ് ഷീറ്റുകൾ ചെയ്യാം, പിന്നെ ഷിംഗിൾസ് പോലത്തെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ റൂഫിംഗ് ഷീറ്റിലേക്കൊക്കെ വരുന്ന സമയത്തേക്ക് വലിയൊരു കൺസേൺ ആണ് എന്ത് സീലിംഗ് അടിക്കുന്നുള്ളത്. അവർ ഫിനിഷിങ് നല്ല ലുക്കിൽ കൊണ്ടുവരാനും പ്രൊഫൈൽ ലൈറ്റ് പോലത്തെ ലൈറ്റുകൾ കൊടുക്കാനും പാനൽ ലൈറ്റുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നുള്ളത് വലിയൊരു കൺസേൺ ആണ്. അതിൽ അധികം ആൾക്കാരും പല രീതിയിലുള്ള മെറ്റീരിയലുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ മാത്രമാണ്, അല്ലാണ്ട് കമ്പനീൻ്റെ പരസ്യമോ കാര്യങ്ങളോ ആയിട്ട് വന്നതല്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു റൂഫിങ്ങിൻ്റെ അടിയിൽ, റൂഫിംഗ് ഷീറ്റിൻ്റെ അടിയിലായിട്ട് ഈ ഒരു ബോർഡ് XPS ഷീറ്റ് എന്ന് പറയും. XPS ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോമാണ് വരും ഇതിൻ്റെ മെറ്റീരിയൽ. നമുക്ക് വെള്ളത്തിലിട്ടോ 100% വാട്ടർ പ്രൂഫാണ്. അത് ഒരുപാട് ഗുണങ്ങളുണ്ട്. ചൂടും കുറക്കും, തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കുറക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് ഒരു പരിധി വരെ കുറക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ശരിക്കുള്ള പേര് വരുന്ന സമയത്തേക്ക് എക്സ്ട്രൂഡ് പോളിസ്റ്ററീൻ തെർമൽ ഇൻസുലേഷൻ ബോർഡ് എന്നാണ് ഇതിൻ്റെ ശരിയായ പേര് വരിക. അതായത് XPS ഷീറ്റ് എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞു വരുന്നത്. പല ബ്രാൻഡുകൾ ഈ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ബ്രാൻഡ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്തേക്ക് അതിൻ്റെ ഡെൻസിറ്റി കാര്യങ്ങൾ നോക്കിയിട്ട് വാങ്ങുക. മിനിമം ഒരു സ്ക്വയർ മീറ്ററിൽ 40 കിലോഗ്രാം വരുന്ന അതാണ് ചൂസ് ചെയ്യുന്നത് നല്ലത് വീടുകൾക്ക്. ഇതിൽ ഗുണങ്ങൾ പോലെ തന്നെ ചൂട് കുറക്കും എന്നുള്ള പോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഏതായാലും നമ്മൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് ഈ ഒരു രീതി തന്നെ ചെയ്തു വരാൻ വേണ്ടി പോകുന്നത്. ഇതിലേക്ക് നമുക്ക് ജിപ്സത്തിൽ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ള ഇതിലൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ കട്ടിങ് ഇട്ട് ബോക്സ് പോലത്തെ ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ബീം വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. സീലിംഗ് അടിച്ച ഒരു ഏരിയയിലേക്ക് ഇപ്പോൾ എത്തി. ഇപ്പോൾ അവിടെ ഉള്ളതിനകത്ത് ടെമ്പറേച്ചർ ശരിക്കും നമുക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും. നല്ല വ്യത്യാസമുണ്ട്. നമ്മളെ റൂഫിങ്ങിന് വരുന്നതിന് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ഒരുപോലെ മഴക്കാലത്തും റൂഫിംഗ് ഷീറ്റിൽ കണ്ടൻസ്ഡ് ആയിട്ടുള്ള വാട്ടർ വന്നിട്ട് ഉറ്റുമല്ലോ, അതും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇതിലേക്ക് വന്ന് ഉറ്റിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നമില്ല. അതേപോലെ തന്നെ ചൂട് സമയത്ത് ചൂട് കുറക്കാനും പറ്റും. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഇതിൻ്റെ അടിയിൽ നമ്മുടെ റൂഫിംഗ് ഷീറ്റിൻ്റെ അടിയിൽ അടിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഓടിട്ട സ്ഥലത്ത് അടിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ ഡ്രോബാക്ക് ഉണ്ട്. ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ ഏതൊരു പ്രൊഡക്റ്റിനും ഒരു 10-15 ഗുണങ്ങളുണ്ടെങ്കിൽ 1-2 ഡ്രോബാക്ക് എന്തായാലും ഉണ്ടാവും. ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ മുകളിലിടുന്ന പുട്ടി ഇളകി പോകുന്നൊരു ഇഷ്യൂ ആണ്. ആ പുട്ടി ഇളകി പോകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ ഫിനിഷഡ് ആയിട്ടുള്ള ഇതിലേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് പുട്ടിയൊക്കെ ഇട്ട് വരുന്ന സമയത്തേക്ക് ഇതിൽ പുട്ടി ഗ്രിപ്പ് കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഡാം ഷീൽഡ് അല്ലെങ്കിൽ ഡാം പ്രൂഫായിട്ട് വരുന്ന ഒരു തരി പോലെ വരുന്ന പ്രൈമറുകൾ അല്ലെങ്കിൽ പെയിൻറ്റുകളൊക്കെ ഉണ്ട്. അതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അടിക്കുക. അതല്ലെങ്കിൽ സൈൻഗോബേൻ്റെ ബോണ്ടിറ്റ് പോലത്തെ അടിച്ചാലും നല്ലതാണ്. ഇട്ടിട്ട് ഒന്ന് റഫ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം. അങ്ങനെ റഫ് ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് പുട്ടിയിട്ട് കഴിഞ്ഞാൽ ഇളകി പോകുന്ന പ്രശ്നമില്ല. നമ്മൾ പരീക്ഷിച്ചിട്ട് വിജയിച്ച സംഭവങ്ങളായി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ജോയിൻറ്റ് ഫില്ല് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പുട്ടിയോ ജോയിൻറ്റ് ഫില്ലറോ ജോയിൻറ്റ് കോമ്പൗണ്ടോ POP ഒന്നും തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഇതിന് പ്രത്യേകം തന്നെ വരുന്ന 5 കിലോ 10 കിലോ ഒക്കെ ബാഗിൽ മിക്സ് ആക്കിയിട്ട് വരുന്ന കോമ്പൗണ്ട് ഉണ്ട്. നമ്മുടെ സിലിക്കോൺ കണ്ടന്റ് പോലത്തെ ഒരു കണ്ടന്റ് ആണ്. അത് നമ്മളൊരു ക്രാക്കെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് വരുന്ന ഡോക്ടർ ഫിക്സിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ പോലത്തെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒന്നും കൂടി അവിടെ ഗ്രിപ്പായിട്ട് പിടിച്ച് നിൽക്കും. അത് ഇളകി പോകുന്ന ഒരു പ്രശ്നം ഒഴിവാക്കുകയും ചെയ്യും. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം മെയിനായിട്ട്. പിന്നെ ചെയ്യേണ്ടുന്ന ചാനലുകളൊക്കെ നമ്മൾ സാധാരണ ജിപ്സം ചെയ്യുന്ന അതേ ഇത് തന്നെയാണ്. സാധാരണ 2 സൈസിലാണ് വരുന്നത്. ഒന്ന് ഞാനിപ്പോൾ അവിടെ കാണിച്ച പോലെ 2.8 സൈസ്, പിന്നെ ഉള്ളത് 4.8 സൈസ്. 8 എന്ന് പറയാൻ കഴിയില്ല, 2.40 ഉണ്ടാവും. 95 ഇഞ്ച്. ഇഞ്ചിലേക്ക് പറയുമ്പോൾ നമുക്ക് 95 ഇഞ്ച് നീളം 60 സെൻറ്റിമീറ്റർ വീതിയാണ് ഉണ്ടാവുക. അത് വലുതിലേക്ക് വരുന്ന സമയത്തേക്ക് 120 സെൻറ്റിമീറ്റർ വീതി അതുപോലെ തന്നെ നീളം വരുമ്പം 95 ഇഞ്ച് ഉണ്ടാവുക. അപ്പോൾ ഈ രൂപത്തിലാണ് ഇത് അടിക്കുന്ന സമയത്ത് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ചാനൽ വർക്കുകളോ ഒന്നും മാറ്റില്ല. ആകെ ഉള്ള മാറ്റം എന്ന് പറയുന്നത് 95 ഇഞ്ച് സെൻറ്റർ ആവുന്ന ഒരു വിധത്തിൽ ഒരു ചാനൽ മസ്റ്റായിട്ട് അടിച്ചിരിക്കണം എന്നുള്ളതാണ്. മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് അവിടെ ജോയിൻറ്റ് വരുമ്പം അടുത്ത ജോയിൻറ്റിനെ നമുക്ക് ആ സെൻറ്റർ ടു സെൻറ്റർ പകുതി കണക്ഷൻ കിട്ടാൻ വേണ്ടി മാത്രം. ഇതാണ് ഞാൻ പറഞ്ഞ കോമ്പൗണ്ടിൻ്റെ പാക്കിങ്. അപ്പോൾ ഇതിൻ്റെ പേര് മാജിക് XP എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇത് ഒരുപാട് ബ്രാൻഡ് ഉണ്ട് കേട്ടോ. ഞാനിത് പരസ്യമായിട്ട് ചെയ്യുന്നതല്ല, ജസ്റ്റ് നിങ്ങൾക്കൊരു അവയർനെസ്, നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിൻ്റെ വാങ്ങുന്ന സമയത്ത് ജോയിൻറ്റ് കോമ്പൗണ്ട് ഇടാൻ പാടില്ല എന്നുള്ളൊരു മനസ്സിലാക്കാൻ മാത്രം ചെയ്യുന്നതാണ്. എലസ്റ്റോമെറിക് പെയിൻറ്റബിൾ പ്ലാസ്റ്റർ, അതാണ് അതിൻ്റെ ശരിയായ പേര്. അതപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഈ കണ്ടന്റ് ഇതാന്ന് ഏത് കമ്പനിയുടെ ആയാലും നിങ്ങൾ വാങ്ങിയാൽ മതിയാവും. അതുപോലെ തന്നെ ഈ ഫോം ബോർഡ് വാങ്ങുന്ന സമയത്തായാലും ഈ 2 സംഭവങ്ങൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് ജിപ്സം പോലെ ചെയ്യാൻ പറ്റും. ഇതിലിവർ ഡിസൈനൊന്നും വേണ്ട, പ്ലെയിൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ രൂപത്തിൽ നമ്മൾ ചെയ്യണം കേട്ടോ. നമുക്ക് ഏത് രൂപത്തിലേക്ക് ഇതിന് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പുട്ടിയിട്ടിട്ട് സാധാരണ നമ്മൾ ജിപ്സോ അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങൾ ഉപയോഗിക്കുന്ന കാൽസ്യം സിലിക്കേറ്റ് ബോർഡ് നമ്മൾ എന്ത് ബോർഡിൽ ചെയ്തിട്ട് ഫിനിഷിങ് ചെയ്യാൻ പറ്റും, എല്ലാ ലുക്കും എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ തെർമൽ കണ്ടക്ടിവിറ്റി ഒന്നും ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ് വോക്സ് സീലിങ്ങിൻ്റെത്. ഒരു പരിധി വരെ 5 ഡിഗ്രിയൊക്കെ കുറയുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. ഇതാകുമ്പോൾ നമുക്ക്
സാധാരണ നോർമൽ PVC അലൂമിനിയം ചെയ്യുന്നത് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൈസിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഏകദേശം വയറിംഗ് ഇല്ലാണ്ട് ചെയ്തെങ്കിൽ ഒരു 90 മുതൽ 110 വരെ ബ്രാൻഡ് അനുസരിച്ചിട്ടും അതിൻ്റെ തിക്ക് അനുസരിച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതൊക്കെ പറഞ്ഞത് നോർമൽ ചാനലാണ് കേട്ടോ. ഇതിൻ്റെ ജിപ്സം ചാനലിൻ്റെ കമ്പനി മാറുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ട്രൂ സ്റ്റീൽ പോലത്തെയോ അല്ലെങ്കിൽ പിന്നെ എക്സ്പെർട്ട് പോലത്തെയൊക്കെ എടുക്കുന്നതാണെങ്കിൽ അതിൻ്റെ പ്രൈസിൽ വേരിയേഷൻ ഉണ്ടാവും. അതാ സമയത്ത് കൊട്ടേഷൻ എടുത്തിട്ട് ചെയ്യുമോ. ഇതിലും കുറഞ്ഞ ചാനൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും പ്രൈസ് കുറഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡ് നമുക്ക് ചെറിയ ജീവികൾ അകത്തേക്ക് വരാണ്ടിരിക്കുക. ചെറുതല്ല, വലിയ ജീവികൾ അകത്തേക്ക് വരാണ്ടിരിക്കാണല്ലോ. ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്തൊക്കെ കല്ലുണ്ണി വെരുക് എന്നൊക്കെ പറയും. കല്ലുണ്ണി വെരുക് അല്ലെങ്കിൽ മരപ്പെട്ടി എന്നൊക്കെ പറയുന്ന സാധനമില്ല, അത് കയറി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കവറിങ് ചെയ്യുന്നത് നല്ലതാണ്. 100% വാട്ടർ പ്രൂഫാണ്. ഞാൻ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ പൊക്കിയിട്ടൊക്കെ ഡ്രമ്മിലിട്ടിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഐ ബട്ടണിലും ഉണ്ടാവും. നിങ്ങളൊന്ന് പോയി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെവി വെയിറ്റിൻ്റെ മുകളിൽ നിന്ന് വരികയാണെങ്കിൽ സ്ക്രൂ ഇവിടുന്ന് പിടുത്തം വിട്ടിട്ട് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് കവർ ചെയ്യാൻ കഴിയും. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ നെയിൽ ഫ്രീയോ സിലിക്കോണോ വെച്ചിട്ട് നമുക്ക് ചാനലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കുറക്കാൻ പറ്റും. എന്നാലും നമ്മൾ ഈ സൈഡ് കവർ ചെയ്തിട്ട് കൺട്രോൾ ചെയ്യുന്നതിനാണ് നല്ലത്. പിന്നെ ചെറിയ ജീവി എലികൾ എന്തായാലും വരും. ഇവിടെയൊക്കെ ആ ഒരു കോർണറിലൊക്കെ കാണുന്നില്ല ഒരു ജോയിൻറ്റ് വരുന്നില്ലേ, ആ ജോയിൻറ്റ് പിന്നെ ഷീറ്റ് തമ്മിലുള്ള ഗ്യാപ്പിലെ കൂടെയൊക്കെ എന്തായാലും ചെറിയ എലി എന്തായാലും വരും. അപ്പോൾ വലുതിന് വരുന്നത് നമുക്ക് ഒന്ന് പ്രിവെൻറ്റ് ചെയ്യുക. പരമാവധി കുറക്കാൻ പറ്റുമോ നോക്കുക, അത്രയേ ഉള്ളൂ. ഇതിപ്പം പൂർണ്ണമായിട്ട് കുറക്കാൻ പറ്റുമെന്ന് പറയാനും കഴിയില്ല. കാരണം ഒരു എലി വിചാരിച്ചു കഴിഞ്ഞാൽ വയറ് വലിയ പൈപ്പ് PVC പൈപ്പൊക്കെ കടിക്കുന്ന എലിക്ക്, ഒരു ബക്കറ്റൊക്കെ കടിക്കുന്ന എലിക്ക് ഈ ഒരു സ്പോഞ്ച് കടിച്ച് മുറിക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. ആൻറ്റി റോഡൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. പക്ഷേ ആൻറ്റി റോഡൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിഷത്തിനൊരു കാലാവധി ഉണ്ടല്ലോ, അതിൻ്റെ വീര്യം കുറയുമല്ലോ. അതിൻ്റെ വീര്യം കുറയുന്ന സമയത്തേക്ക് അവരെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുന്നത് കൊണ്ടും ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഈ ആൻറ്റി റോഡൻ്റെ ഒക്കെ വർക്ക് ചെയ്യാണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു എഫിഷ്യൻസി നമ്മളെ ഇതനുസരിച്ചിട്ടുണ്ടാവും. അവരെന്താണ് അതിൽ നമ്മൾ പ്രിസർവേറ്റീവ് ഒക്കെ പോലെ കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റി അനുസരിച്ചിട്ടുണ്ടാവും. കഴിയുമെങ്കിൽ ഇതുപോലെ 2.8 എടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ്. ഇത് ഒരു പരിധിവരെ നമുക്ക് എക്കോവും കൂടി കുറക്കാൻ വേണ്ടി പറ്റും. ഇത് ഈ സ്പോഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വാളിൽ വേണമെങ്കിൽ വാൾ പാനൽ പോലെ ചെയ്തിട്ട് ഇപ്പോൾ അക്വസ്റ്റിക് രൂപത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനൊക്കെ പറ്റും. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരു ലെയർ ബബിൾ വാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ബബിൾ അലൂമിനിയം ബബിൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഫോയിൽ പോലത്തെ ഒരു തെർമൽ ഇൻസുലേറ്റർ വരുന്നുണ്ട്. അത് വേണമെങ്കിൽ ഒരു ലെയർ കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്നുകൂടി ചൂട് കുറക്കാൻ വേണ്ടി പറ്റും. ഇതിനിപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഇവിടെയും അവിടെയും ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് തെർമോമീറ്ററോ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളൊന്നും ഇല്ലാണ്ടായിപ്പോയി, അല്ലെങ്കിൽ പിന്നെ ശരിക്കും അത് മനസ്സിലാക്കി തരുമായിരുന്നു. അപ്പോൾ അതൊരു നല്ല വ്യത്യാസം തന്നെ. ശരിക്കും നമുക്ക് ശരീരത്തിന് ഫീൽ ചെയ്യാൻ മാത്രമുള്ള ഒരു വ്യത്യാസം നമുക്ക് വരുന്നുണ്ട്. പിന്നെ ചെയ്യുന്ന സമയത്തൊക്കെ എപ്പോഴും ഈ കോർണർ ഉൾപ്പെടെ ജോയിൻ ടാപ്പ് ഒട്ടിച്ചിട്ട് ജോയിൻ ഫില്ലറല്ല, നമ്മളെ ഈ ഞാൻ ഇപ്പോൾ കാണിച്ച ഒരു കോമ്പൗണ്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഇവിടത്തേക്ക് ഏകദേശം ഒരു 45 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് വരുന്ന സമയത്തേക്ക് 16 സ്ക്വയർ ഫീറ്റ് എന്ന് പറയാം. 16 കറക്റ്റ് ഉണ്ടാവില്ല, കുറച്ച് കുറവായിരിക്കും. പക്ഷേ 2.8 ആയതുകൊണ്ട് നമ്മൾ 16 സ്ക്വയർ ഫീറ്റ് എന്ന് പറയാൻ മാത്രമുള്ള ക്വാണ്ടിറ്റി ഉള്ള സാധനമുണ്ട്. 45 ഷീറ്റാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സിറ്റ് ഔട്ടും അതുപോലെ തന്നെ ഫുൾ ഏരിയ ഏകദേശം ഒരു 800-900 സ്ക്വയർ ഫീറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ഒക്കെ അടിക്കുന്നത് 9 ഫീറ്റ് ഹൈറ്റിലാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ചാനൽ പെരിമീറ്റർ നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. കാരണം ഈ 9 ഫീറ്റിൽ അടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ കല്ലിൻ്റെ ഒക്കെ എഡ്ജ് വരുന്ന ഭാഗത്തേക്ക് സിമെൻറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കല്ലിന് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ രൂപത്തിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ചാനൽ നമ്മൾ സാധാരണ അടിക്കുന്ന അളവിലുള്ള ഇൻ്റർമീഡിയറ്റ് ചാനൽ ഇതിന് ആവശ്യമില്ല. ഇപ്പം നമ്മൾ സാധാരണ അടിക്കുന്നത് 3 ഫീറ്റിലാണെങ്കിൽ ഇത് 4 ഫീറ്റിൽ അടിച്ചാൽ മതി. വെയിറ്റ് വളരെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫാൻസി ലൈറ്റ് പോലത്തെ ഷോ ലൈറ്റുകൾ, ഹാങ്ങിങ് ലൈറ്റുകൾ ഒക്കെ വെക്കാൻ വേണ്ടി പറ്റും. ഇതിൽ നോർമലായി 25 mm തിക്നെസ്സിലാണ് വരുന്നത്. 25 വരുന്നുണ്ട്. അതിൻ്റെ കൂടിയ എല്ലാ സൈസിലും നമുക്കിത് കിട്ടുന്നുണ്ട്. 12 mm മുതലുള്ള പല സൈസിലുണ്ട്. മിനിമം സീലിങ്ങിനാണ് ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം 25 ഉപയോഗിക്കുന്നത് നല്ലത്. ഫോം ആയതുകൊണ്ട് തന്നെ ബെൻഡാവാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ടെൻഡൻസി തിക്നെസ് കൂടുന്നിടത്തോളം ആ ടെൻഡൻസി കുറച്ച് കുറയും. പിന്നെ ഇതിൽ നമുക്ക് എക്സ്പാൻഷനോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങളൊന്നും ഇതിന് പേടിക്കേണ്ട ആവശ്യമില്ല. ഫോം ആയതുകൊണ്ട് തന്നെ വേറൊന്നും വരാനില്ല. ക്രാക്ക് വരുന്ന സാധ്യതയൊക്കെ കുറവാണ്. പുട്ടിയിടുന്ന സമയത്തൊന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഏറ്റവും കുറഞ്ഞത് 1.25 ഇഞ്ച് വലുപ്പമുള്ള സ്ക്രൂ ഉപയോഗിക്കണം. ഇതിപ്പം കോട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് സ്ക്രൂവാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലൊരു ക്ലിയർ കോട്ട് കൂടി വരുന്ന സ്ക്രൂ ഉള്ളത്. സാധാരണ സ്ക്രൂ പോലെയല്ല. ഇതിൻ്റെ മുകളിലൊരു നോക്കിയാൽ മനസ്സിലാവും, ചെറിയൊരു ഗ്ലേസിങ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ തുരുമ്പ് പിടിക്കുന്നതിൻ്റെ അളവ് ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇത് തുരുമ്പ് പിടിച്ച് കഴിഞ്ഞാൽ ചാനലിനും തുരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട്. 1.25, 1.5 ഒക്കെ ഉപയോഗിക്കാം. നമ്മൾ 4 ലൈറ്റ് പോയിന്റുകൾ ആണ് കൊടുത്തുള്ളത്. ഓൾറെഡി വാൾ ഫാൻ ഇവിടെ ഒരു ഇത് കൊടുത്തത് കൊണ്ട് തന്നെ സീലിംഗ് ഫാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയതേ. പിന്നെ അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ഒരു ലൈറ്റ് ഇവിടെ അതും ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ചാനലിലേക്ക് വരുന്ന സമയത്തേക്ക് ബ്രാൻഡുകൾ ഒരുപാട് ടൈപ്പ് ഉണ്ട്. പല ക്വാളിറ്റിയിലുള്ള ചാനലുണ്ട്. നമ്മളിപ്പോൾ ഉപയോഗിച്ചതിൻ്റെ ബാലൻസ് ഉള്ള പീസ് ഇത്. അപ്പോൾ ഈ ഒരു ചാനൽ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രൈസ് ആയിരിക്കില്ല നിങ്ങൾക്ക് നോർമൽ ഒരു ചാനൽ ഉപയോഗിക്കുമ്പോൾ പ്രൈസ് വരുമോ.
അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനം ഏതാണെന്നനുസരിച്ചിട്ട് അതിൻ്റെ പ്രൈസിലൊരു നല്ല വേരിയേഷൻ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ ടോട്ടൽ ചെയ്യുന്ന ഏരിയ വരുന്നത്. ഈ സിറ്റ് ഔട്ട് ഒഴികെയുള്ള എല്ലാ ഏരിയയും ഇവിടുന്ന് ഇപ്പോൾ ശരിക്കും കാണാൻ വേണ്ടി പറ്റും. ഏകദേശം എല്ലാ ഭാഗവും ഇതിട്ട് കവറാവും. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്തേക്കായാലും എല്ലാം കവറാവും. ശരിക്കും ആ ചൂടിൻ്റെ മാറ്റം ശരിക്കും മനസ്സിലാവട്ടെ. കുറേ നമ്മൾ താഴ്ത്തിയിട്ട് കൂടെയാണല്ലോ അടിക്കുന്നത്, അതിൻ്റെതായ ശരിയായ ഒരു മാറ്റം ഉണ്ടാവും. ശരിക്കും ഇവിടെ എക്സോസ്റ്റും കൂടി ആവുമല്ലോ, റൂഫ് ഷീറ്റ് ആയതുകൊണ്ട് ആ ഗ്യാപ്പിലെ കൂടി ഒക്കെ എന്തായാലും എക്സോസ്റ്റും കൂടിയാവും നമ്മൾ ഇത് വെച്ചതിൻ്റെ ഗ്യാപ്പിലെ കൂടി. അപ്പോൾ ഇവിടെ അധികം ചൂടൊരുക്കി തങ്ങി നിൽക്കില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ അടിച്ച ഇൻ്ററൊക്കെ കൊടുത്തുള്ളത് ഈ ഒരു 12 റൂമിന് 2 ഇൻ്റർ എന്നുള്ള ഇൻ്റർമീഡിയറ്റ് ചാനൽ വെച്ചിട്ട് പിന്നെ സെക്ഷൻ ചാനൽ വരുന്നത് നമ്മൾ സാധാരണ അടിക്കുന്ന അതേപോലെ തന്നെ 60 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിന് ഓരോന്നിനും സപ്പോർട്ട് കൊടുത്തിട്ടുള്ള 3 എണ്ണം വീതമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വർക്കിൽ വരുന്നത്. അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ചെറിയൊരു ഷോട്ട് കൂടി ഞാൻ അവസാനം കാണിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വർക്കിൽ വരുന്നത്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്തേക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് അയച്ചോളത്തേക്ക്. വീഡിയോ അതിൻ്റെ പേര് പുതിയ വിഷയം വേണമെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.